സ്റ്റീഫൻ ഹംബർട്ട് ലൂക്കസ് പേര് പറയുമ്പോൾ അത്ര ഫെമിലിയർ ആയിരിക്കില്ല, പക്ഷേ നീഷ് ബ്രാൻഡ് എന്ന നിലയിൽ അവരിന്ന് വളരെ ഫേമസ് ആണ്. സ്റ്റീഫൻ ഹംബർട്ട് ലൂക്കസിന്റെ പെർഫ്യൂമായ ഗോഡ് ഓഫ് ഫയറിന്റെ ക്ലോൺ ആയിട്ടുള്ള ലത്താഫയുടെ ഒപ്ലൻ ദുബായി ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇവനെ പറ്റി പറയുകയാണെങ്കിൽ മോനെ അബ്സല്യൂട്ട് കോംപ്ലിമെന്റർ ആണ്. മാംഗോ ബേസ്ഡ് പെർഫ്യൂംസിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പെർഫ്യൂമാണ്. ഒറിജിനൽ ഗോഡ് ഓഫ് ഫയറായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേക്ക് ഓഫ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ മാംഗോ, ജിഞ്ചർ, സിട്രസി വൈബാണെങ്കിലും ഇവൻ്റെ ഒരു ഓപ്പണിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് ആ ഒരു ഗ്രേപ്പ് ഫ്രൂട്ട് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരുന്നുണ്ട്, ട്രോപ്പിക്കൽ മാംഗോയുടെ കൂടെ. അതാണ് ഇതിൽ ഒരു വ്യത്യാസം വരുന്നത്. പക്ഷേ നമ്മളിത് സെറ്റിൽ ഡൗൺ അല്ലെങ്കിൽ ഡ്രൈ ഡൗൺ ആയി കഴിയുമ്പോൾ ഇതിന് വരുന്ന സ്മെല്ല് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് മാംഗോ പെർഫ്യൂം, അത് വോൾക്കൻ ഫ്യൂ ആയിക്കോട്ടെ, മാംഗോ ഐസ് ആയിക്കോട്ടെ, ഒപ്പലൻ ദുബായ് ആയിക്കോട്ടെ, ഗോഡ് ഓഫ് ഫയർ ആയിക്കോട്ടെ, എല്ലാത്തിനും ആ ഒരു സെറ്റിലായി വരുമ്പോഴുള്ള ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് മസ്കി, ആംബർ, അതിൻ്റെ കൂടെയുള്ള ട്രോപ്പിക്കൽ മാംഗോ സ്മെല്ലാണ്. എല്ലാത്തിനും 100% സെയിം ആയിട്ട് വരുന്നത്. ബോട്ടിലിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു നീറ്റ് ബോട്ടിലാണ്. അതായത് ആ ഒരു സ്കൈ ബ്ലൂ കളർ, അതിൽ കുറേ ഒരു ഗോൾഡൻ പാച്ചസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒപ്പലൻ ദുബായിയുടെ ബാഡ്ജും കാര്യങ്ങളും. പക്ഷേ ക്യാപ്പിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്. കാരണം ഇത് നമ്മൾ കണ്ട് എന്താ പറയുക മടുത്ത ഒരു ക്യാപ്പാണ്. കുറച്ചുകൂടെ നന്നാക്കായിരുന്നു. എന്തായാലും ആവട്ടെ, നമുക്കിപ്പോൾ എത്ര അഫോർഡബിൾ റേറ്റിൽ ഇത് കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ പറയാൻ പറ്റില്ല. 2000 രൂപയാണ് ഇതിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള വില. നമ്മൾ ഒറിജിനലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഏകദേശം ഒരു 25,000 വരും. നിങ്ങൾക്ക് മാംഗോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പെർഫ്യൂമാണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. സീ യു ഇൻ അനദർ വീഡിയോ. സ്റ്റേ ട്യൂൺഡ്.